ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്ക് നമസ്കാരം. കഴിഞ്ഞ മണ്ഡലകാലം നമുക്ക് മറക്കാൻ കഴിയില്ല, ശബരിമലയെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പ് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ ശ്രമിച്ച ശക്തികൾക്കെതിരായിട്ടുള്ള വിജയത്തായിട്ട് മാറണം. കഴിഞ്ഞ മണ്ഡലകാലത്ത് ഓരോ ദിവസവും വളരെ ആശങ്കയോടുകൂടിയിട്ട്, വളരെ വേദനയോടുകൂടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കിയത്. നമ്മുടെ പവിത്രമായിട്ടുള്ള ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെടുമോ എന്നുള്ള വേദനയോടുകൂടിയിട്ടാണ് കഴിഞ്ഞ മണ്ഡലമാസത്ത് ഓരോ ദിവസവും TV ചാനലുകൾക്ക് മുന്നിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാർ അവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള പോലീസ് സംരക്ഷണത്തോടു കൂടിയിട്ട് പോലീസിന്റെ യൂണിഫോം അടക്കം അണിഞ്ഞുകൊണ്ട് ശബരിമലയിലേക്ക് ആനയിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വേദനയോടുകൂടിയിട്ടാണ് ആ രംഗങ്ങൾ കണ്ടുനിന്നത്. പതിനായിരക്കണക്കിന് വിശ്വാസികളെയാണ് നാമജപയാത്ര നടത്തിയതിന്റെ പേരിൽ കള്ളക്കേസുകളിൽ പിണറായി സർക്കാർ ഉൾപ്പെടുത്തിയത്. നൂറുകണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകളെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേരളത്തിലെ ജയിലുകളിൽ മാസങ്ങളോളം കിടത്തി. ഇതൊന്നും നമുക്ക് പൊറുക്കാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച, ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിച്ച പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നാമജപം കേൾക്കുന്നത് പോലും അസഹ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്ന സമയത്ത് കാട്ടാക്കടയിൽ സമീപത്തുള്ള അമ്പലത്തിൽ നിന്നും നാമജപം മുഴങ്ങിയ സമയത്ത് മുഖ്യമന്ത്രി ചെയ്തത് വേദിയിലുണ്ടായിരുന്ന MLA അമ്പലത്തിലേക്ക് ചെന്ന് അവിടുത്തെ ഫീസ് ഊരിയിട്ട് വരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ എല്ലാം വിശ്വാസത്തെയും നമ്മുടെ എല്ലാം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കാനുള്ള വളരെ ഹീനമായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ്. ഞാനും നിങ്ങളുമെല്ലാം ഏതെങ്കിലും പൊതുയോഗങ്ങളിലോ മറ്റോ സംസാരിക്കുന്ന സമയത്ത് സമീപത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി ഉയർന്നാൽ, സമീപത്തുള്ള അമ്പലത്തിൽ നിന്നും ദീപാരാധനയുടെ മണിയടി മുഴങ്ങിയാൽ നമ്മൾ പ്രസംഗം നിർത്തും. അതിനുശേഷമാണ് വീണ്ടും പ്രസംഗം ആരംഭിക്കുക. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതൊന്നും വകവെക്കാതെ നാമജപം മുഴങ്ങിയ അമ്പലത്തിലെ ഫീസ് ഊരുന്ന നടപടിയിലേക്കാണ് പോയത്. ഇത് നമുക്ക് അനുവദിച്ചുകൂടാ, ഇത് നമുക്ക് പുറത്തുകൂടാ. ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് മാറണം. ശബരിമലയെ തകർക്കാനും നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കാനുമുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് മാറണം ഈ തവണത്തെ തെരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം 5 വർഷം ഭരിച്ചു. ഈ രാജ്യത്ത് 300-ലധികം ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയ സർക്കാർ നരേന്ദ്രമോദി സർക്കാരാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി 5 വർഷം കൊണ്ട് കൊടുത്തത് 2.5 കോടി വീടുകൾ. കോൺഗ്രസ് കൊടുത്തത് 10 വർഷം കൊണ്ട് 42 ലക്ഷം വീടുകൾ. 5 വർഷം കൊണ്ട് ഈ രാജ്യത്തെ 7 കോടി ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിലേക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. കോൺഗ്രസ് 60 വർഷം രാജ്യം ഭരിച്ചിട്ട് ഒരു കുട്ടി ഗ്യാസ് കണക്ഷൻ പോലും ഒരു വീട്ടിലേക്ക് സൗജന്യമായിട്ട് നൽകിയിട്ടില്ല. ഈ രാജ്യത്ത് ചികിത്സിക്കാൻ പൈസയില്ലാത്ത ആളുകൾക്കായിട്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി മോദി സർക്കാർ കൊണ്ടുവന്നു. 10 കോടി കുടുംബങ്ങളിലെ 50 കോടി ആളുകൾക്ക് 13,500ഓളം ഇന്ത്യയിലെ ആശുപത്രികളിൽ 1,350ഓളം അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി, ചികിത്സാ പദ്ധതി. അംഗനവാടി ടീച്ചർമാര്, ആശാ വർക്കർമാര്, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെ ശമ്പളവും ഓണറേറിയവും കൂലിയും എല്ലാം വർദ്ധിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെ കൂലി കോൺഗ്രസ് 10 വർഷം കൊണ്ട് 45 രൂപയാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ 5 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത് 107 രൂപയാണ്. അതാണ് മോദി സർക്കാരും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്. ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ വന്നാൽ നിങ്ങൾ അവരോട് ഒരു കാര്യം ചോദിക്കാൻ തയ്യാറാവണം.
ആരാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് നിങ്ങൾ ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ, നിങ്ങളോട് ചോദിച്ചാൽ നമ്മുടെ അഭിമാനത്തോടുകൂടി എന്താ പറയുക? നരേന്ദ്രമോദി. ഞാനും നിങ്ങളുമെല്ലാം അഭിമാനത്തോടുകൂടി പറയും നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണെന്ന്. കോൺഗ്രസിനോട് ചോദിച്ചാലോ, കോൺഗ്രസുകാർ പറയും രാഹുൽ ഗാന്ധി. പറയുന്ന കോൺഗ്രസുകാരനും അറിയാം, നമുക്കും അറിയാം രാഹുൽ ഗാന്ധി അടുത്ത 4 ജന്മം കഴിഞ്ഞാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നില്ല എന്ന്. അമേഠിയിലെ പരാജയം വരുത്തിച്ച രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു സ്ഥിതി, ഇന്ത്യ മഹാരാജ്യം ഒരു കാലത്ത് അടക്കി ഭരിച്ച കോൺഗ്രസ് ഇന്ന് നാമാവശേഷമായിരിക്കുക. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിൽക്കക്കള്ളിയില്ലാതെ അതിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അടക്കം വയനാട്ടിലേക്ക് വരേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുക. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചാലോ, പ്രകാശ് കാരാട്ടിന്റെ പേര് പറയോ, സീതാറാം യെച്ചൂരിയുടെ പറയോ, ബൃന്ദ കാരാട്ടിന്റെ പറയോ? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും പറയാൻ പോകുന്ന പേര് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ, രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ടാളുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെങ്കിൽ, നിങ്ങൾ രണ്ടാളും പിന്തുണയ്ക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണെങ്കിൽ എന്തിനാ നിങ്ങൾ രണ്ടാളും മത്സരിക്കുന്നത്? കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് പോലെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കോമൺ സ്ഥാനാർത്ഥിയെ, പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിക്കണം. ഈ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഫോട്ടോ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു വന്നിരുന്നു. ആ ഫോട്ടോയില് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ ബാഗ് ധരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന CPM-ന്റെ പ്രവർത്തകര് ആ ബാഗിലെ അരിവാൾ ചുറ്റികയുടെ മുകളില് ഒരു ഫോട്ടോ പതിച്ചിട്ടുണ്ട്, ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിച്ച ബാഗും ധരിച്ച് തമിഴ്നാട്ടിൽ വോട്ട് പിടിക്കേണ്ട ഗതികേടിലേക്ക് അഖിലേന്ത്യാ തലത്തിൽ അത്രയും അധപതിച്ച പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുക. 2021 തെരഞ്ഞെടുപ്പിലെ കേരള രാഷ്ട്രീയത്തിലും CPM-ന്റെ സ്ഥിതി ഇതിൽ നിന്നും വിഭിന്നമായിരിക്കില്ല. കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ CPM-നെ പരാജയപ്പെടുത്താൻ BJP-ക്ക് NDA-ക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും കൊല ചെയ്തിട്ട് 1 മാസത്തിലധികമായിട്ടേ ഉള്ളൂ. കൃപേഷിനെയും ശരത്ലാലിനെയും ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ആ കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത CPM-ന്റെ കൊലയാളി സംഘത്തിന് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും CPM-ന്റെ കൊലപാതക ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാനും പിണറായി വിജയന്റെ കാട്ടാള ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാനും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് NDA-ക്ക്. നിങ്ങളുടെ നേതാക്കന്മാർ ശ്രീ ഉമ്മൻചാണ്ടി തൊട്ട് അങ്ങ് രാഹുൽ ഗാന്ധി വരെയുള്ള ആളുകൾ CPM-ആയിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ധാരണയുണ്ടാക്കിയ ആളുകളാണ്. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറയുകയാണ് വയനാട്ടിൽ, ഞാൻ CPM-നെതിരായിട്ട് ഒന്നും പറയില്ല. എന്താ, പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ മച്ചാനും സഹോദരനുമായി മാറിയത് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞില്ല. സ്വന്തം പ്രവർത്തകരെ കൊല ചെയ്ത CPM-നെതിരായിട്ട് ഒരു വാക്കുപോലും പറയാനാത്ത കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരായിട്ട് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ പ്രതികരിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ കേരളത്തിൽ ഇല്ലാതാക്കാൻ, CPM-ന്റെ ഭരണം അവസാനിപ്പിക്കാൻ കോൺഗ്രസിന്റെ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യേണ്ടത് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പാലക്കാടിന് ഒരുപാട് വികസന ആവശ്യങ്ങൾ നേടിയെടുക്കാണ്ട്, കോച്ച് ഫാക്ടറി ഉൾപ്പെടെയുള്ളത്. നമ്മുടെ 80-ലും 2008-ലും എല്ലാം കോച്ച് ഫാക്ടറി പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ച 2 മുന്നണികൾക്ക് എതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തണം. പാലക്കാട് നഷ്ടപ്പെട്ട കോച്ച് ഫാക്ടറി നേടിയെടുക്കാൻ നിരവധി വാഗ്ദാനങ്ങൾ പാലക്കാടിനായിട്ട് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇത്തവണ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, പാലക്കാടിന്റെ ശബ്ദം ലോകസഭയിൽ ഉയർത്താനുള്ള ഒരു അവസരം എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ നൽകിയ സ്നേഹോഷ്ഫലമായിട്ടുള്ള സ്വീകരണത്തിന് 1000 നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Get up.
ഞങ്ങളിങ്ങനെ പല ഭാഗത്തും എത്തി എവിടെയാണ് നമുക്ക് കാണാൻ കണ്ടുമുട്ടാൻ കാണാൻ വേണ്ടിയില്ല. മേരി സിറ്റി അടിയെടുക്കണം. ബാക്കിൽ